വയനാട്ടിൽ അമരക്കുനിയിലെ കടുവയുടെ ആക്രമണം. ഓരോ ദിവസവും വളർത്തുമൃഗങ്ങളെ, പ്രത്യേകിച്ച് ആടുകളെ കടുവ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അവരുടെ ആശങ്ക കൂടുന്നു. ഇനിയിപ്പോൾ ഇന്ന് എന്തായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം, അല്ലേ? അതെ, നമ്മുടെ സുർജിത്ത് അയ്യപ്പത്ത് തയ്യാറായി നിൽക്കുന്നുണ്ട് അമരക്കുനിയിൽ. നമുക്ക് ചോദിക്കാം. സുർജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ മട്ടൻ കടുവ എന്ന പേര് തന്നെ വീണ്ടിരിക്കുന്നു. കാരണം ആടിനെ വിടുന്നില്ല, എല്ലാ ദിവസവും ഓരോ ആടിനെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ തേർമൽ ഡ്രോൺ പരിശോധനയിലൊന്നും ഈ കടുവ കൃത്യമായി എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ലേ? എന്താണ് ഇതിലെ ഒരു പ്രതിസന്ധി? ഇനിയുള്ള നീക്കം RRT ഒക്കെ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്? തുടർച്ചയായി മൂന്നാം ദിവസമാണ് പ്രജിൻ സ്മിത കടുവയെ പിടികൂടുന്നത്. മൊത്തം നോക്കുമ്പോൾ 5ാമത്തെ കടുവയാണ് ഇന്നലെ കൂടി പിടികൂടിയിരിക്കുന്നത്. പെരുമ്പറമ്പിൽ ചന്ദ്രന്റെ ആടിനെയാണ് ഇന്നലെ കടുവ പിടികൂടിയത്. അതിന്റെ തൊട്ട് മുമ്പുള്ള ദിവസം, അതായത് കഴിഞ്ഞ ദിവസം പുലർച്ചെ കടുവയെ പിടികൂടിയിരുന്നത് ബിജു എന്നയാളുടെ വീട്ടിലെ ഊട്ടിക്കവല സ്വദേശിയായിട്ടുള്ള ബിജു എന്നയാളുടെ വീട്ടിലെ ആടിനെയാണ് പിടികൂടിയത്. എന്തായാലും എങ്ങനെ തുടർച്ചയായി ആക്രമണം ഉണ്ടാകുന്നുണ്ട്. ഇന്നലെ ശക്തമായ രീതിയിലുള്ള പരിശോധന ഉണ്ടായിരുന്നു. അതായത് വനം വകുപ്പിന്റെ ക്യാമറ ഡ്രോൺ നിരീക്ഷണത്തിൽ കൃത്യമായ രീതിയിൽ അടയാളപ്പെടുത്തിയതുമാണ്. ഇന്നലെ വൈകിട്ട് അങ്ങനെ ദൃശ്യം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തെരച്ചിൽ, പരിശോധന ഇതെല്ലാം തുടരുന്ന സാഹചര്യമായിരുന്നു. ഇതിനിടയിലാണ് ഇന്നലെ വൈകിട്ട് 11:30-ക്ക് ശേഷം വീണ്ടും കടുവയുടെ ആക്രമണം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം കേശവൻ എന്നയാളുടെ വീട്ടിലെ ആടിനെ കടുവ ആക്രമിച്ചിരുന്നു. ആ സ്ഥലത്തിന്റെ ഏതാണ്ട് അടുത്ത് തന്നെയാണ് ഈ തൂപ്ര എന്ന് പറയുന്ന സ്ഥലം. തൂപ്ര അംഗൻവാടിക്ക് സമീപം ചന്ദ്രന്റെ വീട്ടിലുണ്ടായിരുന്ന ആടിനെയാണ് 11:30-ക്ക് ശേഷം ആക്രമിച്ചത്. എന്തായാലും ഈ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. ഇവിടുത്തെ പ്രദേശവാസികളാണ് മനുവും ഒപ്പം തന്നെ ജോർജ് ചേട്ടനും. എന്താണ് സംഭവിച്ചത്? അത് ഇന്നലെ ഒരു 11:30 പിടിച്ചത്. പിന്നെ ഞങ്ങൾ അറിയുന്നത് രാവിലെ 5 മണിക്കാണ്. പിന്നെ എൻ്റെ ചേട്ടായി പാൽ സൊസൈറ്റി വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ രാവിലെ 5:15 പോകും. അപ്പോൾ ഞങ്ങൾക്ക് പേടിയായതുകൊണ്ട് ഞാനും പപ്പയും കൂടെ കാറിൽ ചേട്ടൻ്റെ പുറകെ വരുവാണ്. 2 ദിവസം ഇതിനു മുമ്പും അങ്ങനെ തന്നെ പോയത്. കാരണം വെച്ചാൽ ഒരുപാട് ക്ഷീര കർഷകരുള്ള ഒരു മേഖലയാണ്. അപ്പോൾ ഭയങ്കര ആശങ്കയാണ്. പിന്നെ ഒന്നാമത് കാപ്പി പറിക്കുന്നതിൻ്റെ സീസണാണ്, കാപ്പിയും കുരുമുളകൊക്കെ. അപ്പോൾ പറമ്പിൽ പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ആശങ്കയിലാണ്. സൊസൈറ്റിയിലേക്ക് മകനെ കൊണ്ടുവിടാൻ വേണ്ടി വന്നതാണ്. അവൻ ബൈക്കിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ കടുവയുണ്ടെന്ന് അറിയുന്നതിന് വഴിയിലെങ്ങാൻ വെച്ചാൽ അഥവാ കണ്ടുപോയാൽ ഭയപ്പെട്ടു പോകൂലേ, അത് കാരണം ഞങ്ങൾ കൊണ്ടുവിടാൻ വേണ്ടി പോയതാണ്. ചന്ദ്രന്റെ വീട് എവിടെയാണ്? ചന്ദ്രൻ്റെ ഇവിടുന്ന് ഒരു 100 മീറ്റർ ഉള്ളതേ. വയലിൻ്റെ സൈഡ് തന്നെയാണ്. ഏകദേശം കുറച്ചേ ഉള്ളൂ വയലിലേക്ക്. പിന്നെ അവിടെ കുറച്ച് കാടും ഇതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കൊണ്ടിട്ട് നിങ്ങളെ സംബന്ധിച്ച് വലിയ ആണ്. ഇത് 1 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ സംഭവം മുഴുവൻ നടക്കുന്നത്. എത്ര ദിവസമായി ഇപ്പം? 4-5 ദിവസം, 5ാമത്തെ ദിവസം 5. എന്തായാലും ആളുകളെ സംബന്ധിച്ച് ആശങ്കയുണ്ട്. ഇവിടെ നമ്മുടെ ഒരാൾ കൂടി ചേരുന്നുണ്ട്. ഇതൊരു തുടക്കം മുതൽ തന്നെ ഇവിടെയുള്ള ആളാണ്. ഡിവൈഎഫ്ഐയുടെ ഇവിടുത്തെ ബ്ലോക്ക് ഭാരവാഹിയാണ്, നാട്ടുകാരനാണ് അജിത്ത് തന്നെ ആ കാര്യങ്ങൾ പറയും. അജിത്ത്, ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായിരുന്നു, എന്താണ്? ഇന്നലെ നമ്മളൊരു 11:50 കഴിയുമ്പോഴാണ് ചന്ദ്രചേട്ടൻ്റെ ചേച്ചി വിളിച്ചിട്ട് മെമ്പർ വിളിക്കുന്നത്, വാർഡ് മെമ്പർ ബാബു നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ തന്നെ DF ഉൾപ്പെടെയുള്ള RRT ടീം ഉൾപ്പെടെ ഇവിടെ എത്തിയിരുന്നു. അപ്പോഴേക്കും ഈ കടുവ പിടിച്ച ആടിൻ്റെ ജീവൻ പോലും നഷ്ടമായിട്ടുണ്ടായിരുന്നു. അത്ര വേഗത്തിനോട് എത്തി. പക്ഷേ കടുവ പിന്നീട് കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഡ്രോൺ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ സമയത്തും. പക്ഷേ കടുവ നമ്മുടെ എന്താ പറയുക റേഞ്ചിനകത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഊട്ടിക്കവലയിൽ നിന്ന് എത്ര ദൂരം? ഊട്ടിക്കവലയിൽ നിന്നും ഇന്നലെ നടന്ന 1 കിലോമീറ്ററോളം ദൂരമാണ് ഇവിടേക്കുള്ളത്. ഈ ഊട്ടിക്കവലയിൽ നിന്നാണെങ്കിലും ഈ പറഞ്ഞ ഇന്നലെ കേശവന്റെ വീട്ടിൽ പിടിച്ച സ്ഥലത്ത് നിന്നാണെങ്കിലും ഏകദേശം 1 കിലോമീറ്ററാണ് ഇവിടേക്ക് ദൂരമുള്ളത്. അതെ, ഈ സർക്കിൾ ഈ കടുവ പോയ വഴിക്ക് തന്നെ തിരിച്ച് ഇങ്ങോട്ട് വരുന്നൊരു സ്ഥിതിയാണ് ഇപ്പോൾ കാണുന്നത്. ഇന്നലെ 2 തവണ കൂടിന്റെ അടുത്ത് വന്നിരുന്നു. കൂടിന്റെ തൊട്ടടുത്ത് വരെ എത്തിയതാണ്. 2 പ്രാവശ്യം വന്നിരുന്നു. കൂടിനടുത്ത് ഇരുന്നതിന് ശേഷം കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം അത് മാറിപ്പോകുന്നതിലേ ഉണ്ടായിട്ടുള്ളത്. കൂട്ടി കയറിയില്ല എന്ന് മാത്രമല്ല, വെടിവെക്കാനൊരു സാഹചര്യം കിട്ടിയില്ല എന്നുള്ളതാണ്. RRT സംഘം ഇന്നാണെങ്കിൽ ഇവിടെ കൂട് സ്ഥാപിക്കാതെ വെടിവെക്കാൻ തന്നെയുള്ള ഒരു രൂപത്തിലാണ്. ആട് കിടന്ന് കൂടിനോട് ചേർന്നുള്ള വീടാണ്. ആ വീടിൻ്റെ ജനൽ കൂടി വെടിവെക്കാനുള്ള സംവിധാനവുമായി എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇവിടെ മെഡിക്കൽ ടീം, അരുൺ സക്രിയാസ് ഉൾപ്പെടെ ആളുകളുണ്ട്. അവിടെ ഈ ഇതിന്റെ ജഡം കൊണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു? ഇല്ല, കൂടിന് പുറത്തേക്ക് ഇട്ടിട്ടില്ല.
ആട് പിന്നെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അതെ, കൂടിനകത്ത് തന്നെ സുർജിത്ത് കിടക്കാൻ അവിടെയുള്ള നാട്ടുകാരോട് അതിരാവിലെ തന്നെ അവർ ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്കൊന്നും പോവാൻ പറ്റില്ല. ഇനിയിപ്പോ കടുവയാണ്, ഒറ്റയ്ക്കല്ല 2-3 പേരുണ്ടെങ്കിൽ പോലും ആ യാത്ര അത്യന്തം വെല്ലുവിളിയുള്ളതാണ്. നമ്മുടെ സുർജിത്ത് അറിയാതെ തിരിച്ചു പറഞ്ഞു പോയി അല്ലെ, കടുവ ആടിനെ പിടിച്ചു എന്നുള്ളതിന് കടുവയെ പിടിച്ചു എന്നായിപ്പോയി. അപ്പൊ നമ്മുടെ പ്രേക്ഷകർ കുറെ പേര് അതൊന്ന് കറക്റ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട് സുർജിത്തിനോട്. അതെ, അത് മാത്രല്ല ഈ നാട്ടുകാരുടെ കൂടെ RRT ടീമിന്റെ ഒക്കെ കൂടെ തന്നെ നമ്മുടെ ടീമും സുർജിത്തും നമ്മുടെ ക്യാമറമാനും ഒക്കെ തന്നെ ഡ്രൈവറും ഉണ്ടാവും. അവരിങ്ങനെ ഉറക്കമില്ലാതെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാവിലെ തന്നെ ഒരു നാവുപിഴ വന്നതാണ്. അത് നിങ്ങൾ ക്ഷമിക്കുമല്ലോ അല്ലേ? നിങ്ങൾ എപ്പോഴും നമ്മളോട് ഇത്തരം പ്രശ്നങ്ങളിൽ നമ്മളോട് ക്ഷമിക്കുന്നവരാണ്, നമുക്ക് ഊർജം പകരുന്നവരാണ്, നമ്മളെ തിരുത്തുന്നവരാണ്.